ഇറാൻ-അമേരിക്കൻ യുദ്ധ അസ്വസ്ഥതകൾക്കൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ലെബനനിലെ 1.2 ദശലക്ഷത്തിലധികം ആളുകൾ കടുത്ത പട്ടിണി നേരിടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി എത്തുകയാണ് ഐക്യരാഷ്ട്രസഭ. 2026 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഏകദേശം 1.24 ദശലക്ഷം ആളുകൾ ഭക്ഷണത്തിനായി കടുത്ത ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ലെബനന്റെ കൃഷി മന്ത്രാലയം, വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നിവ സംയുക്തമായാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയത്. വിശപ്പും പോഷകാഹാരക്കുറവും നിരീക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് മാർച്ച് മാസത്തിൽ ഏകദേശം 8,74,000 ആളുകൾ, അതായത് ജനസംഖ്യയുടെ 17% മാത്രമാണ് കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിച്ചിരുന്നത്. എന്നാൽ യുദ്ധ സാഹചര്യം വഷളാകുന്നതോടെ കൂടുതൽ ആളുകൾ പട്ടിണി അനുഭവിക്കുമെന്നാണ് IPC റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. സുസ്ഥിരവും സമയോചിതവുമായ മാനുഷിക സഹായവും ഉപജീവന പിന്തുണയും ലഭിച്ചില്ല എങ്കിൽ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സംഘർഷം, കുടിയിറക്കം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി വിലയിരുത്തുന്നത്. ഏപ്രിൽ 17 മുതൽ നിലവിൽ വന്ന വെടിനിർത്തൽ 6 ആഴ്ച പോരാട്ടത്തിന് താൽക്കാലികമായ ശമനം നൽകിയിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ ലെബനനിൽ 2,500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തിലധികം പേർക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ദക്ഷിണ ലെബനനിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രയേൽ സൈന്യം ഇപ്പോഴും പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങരുത് എന്ന് ഇവിടത്തെ താമസക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായം ലഭ്യമായില്ല എങ്കിൽ സ്ഥിതി ഇനിയും വഷളാകുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം മൂലം മിഡിൽ ഈസ്റ്റിലുണ്ടായ സംഘർഷം ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാകുന്നു എന്ന് അറിയിക്കുകയാണ് ലോകബാങ്ക്. ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലെ മുന്നറിയിപ്പുകൾ പ്രകാരം പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും മറ്റ് ചരക്ക് വിപണികളെയും ഭയാനകമായി ബാധിച്ചേക്കാം. യുദ്ധ സാഹചര്യങ്ങൾ തുടരുന്നത് ലോകമെമ്പാടും വലിയ വിലക്കയറ്റത്തിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ചാ നിരക്കിനെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. ലോകബാങ്കിന്റെ കണക്കുകൂട്ടൽ പ്രകാരം 2026 ഊർജ്ജ വിലയിൽ 24% വരെയും ചരക്ക് വിലയിൽ 16% വരെയും വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിലാണ്. യുദ്ധം അവസാനിച്ചാലും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നാലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദീർഘകാലം നിലനിൽക്കും. 2025 ബാരലിന് $69 ആയിരുന്ന ബ്രെന്റ് ക്രൂഡിന്റെ ശരാശരി വില 2026 $86 തുടരാനാണ് സാധ്യത. ഊർജ്ജവില വർധനവിന് പിന്നാലെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും ഉയരും. ഇതിന്റെ ഫലമായി പലിശ നിരക്കുകൾ വർദ്ധിക്കുകയും കടമെടുപ്പ് ചെലവേറിയതാവുകയും ചെയ്യും. വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഭക്ഷണത്തിനും ഇന്ധനത്തിനുമായി ചെലവഴിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെയാകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. 2026 വളം വില 31% വർദ്ധിക്കുമെന്നും ഇത് കർഷകരുടെ വരുമാനം കുറയ്ക്കുകയും ഭാവിയിലെ കാർഷിക വിളവെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും. യുദ്ധം നീണ്ടുപോയാൽ ലോകമെമ്പാടുമുള്ള 4.5 കോടി ജനങ്ങൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ഐക്യരാഷ്ട്രസഭയും സമാനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US-ഇറാൻ യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞത് ഇന്ധന വിതരണത്തെ മാത്രമല്ല വളം വിതരണത്തെയും തകർത്തിട്ടുണ്ട്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, സൊമാലിയ, സുഡാൻ, ടാൻസാനിയ, കെനിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് വലിയ തോതിൽ ഭക്ഷ്യപ്രതിസന്ധി നേരിടാൻ സാധ്യതയുള്ളതെന്ന് FAO വ്യക്തമാക്കുന്നു. യുദ്ധം നാളെ അവസാനിച്ചാൽ പോലും ഇതിന്റെ ഫലമായി ലോകത്തെ 3 കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.